ഗായ്സ്, കൊച്ചിയിലെ മെർച്ചന്റ് നേവി ക്ലബ്ബിലാണ് നമ്മുടെ ഇന്നത്തെ വിസിറ്റ്. ഇവിടെ സീമാമാർക്കും അതുപോലെ തന്നെ സീമാന്മാരുടെ ഫാമിലിക്കും ഇവർ അലോഡ് ചെയ്യുന്നതാണ്. ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ. ഇവിടെ വന്ന് നമ്മുടെ CDC കാണിച്ച് നമുക്ക് രജിസ്റ്റർ ബുക്കൊക്കെ ഒപ്പിട്ട് നമുക്ക് റൂം ബുക്ക് ചെയ്യാവുന്നതാണ്. റൂം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10-5 മിനിറ്റോ നമുക്ക് ഈ വെയിറ്റിംഗ് ഏരിയയിൽ ഇരുന്ന് വിശ്രമിക്കാവുന്നതാണ്. ഇനി വിശ്രമമൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ചില്ലാക്കിയാൽ കൊള്ളാം എന്നുള്ളൊരു മൈൻഡിലാണ് എന്നുണ്ടെങ്കിൽ നേരെ അകത്ത് കയറി ചെന്നാൽ നല്ല AC ബാറും ഇവിടെ അവൈലബിൾ ആണ്. രാത്രി 10 മണി വരെ ബാർ ഓപ്പൺ ആണ് എന്നും അതുപോലെ തന്നെ നോർമലി ഉള്ള ബാറിനേക്കാളും വില കുറവാണ് ഇവിടെ എന്നാണ് കേട്ടത്. ഞാൻ അകത്ത് കയറി പരിശോധിക്കാൻ പോയിട്ടില്ല, നമുക്കത് ഹറാമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെർച്ചന്റ് നേവി ക്ലബിൻ്റെ നടുമുറ്റം. ഇതിൻ്റെ വലത് ഭാഗത്ത് ചീപ്പസ്റ്റ് റൂമുകൾ, അതായത് 200 രൂപ മുതൽ നോർമൽ സിംഗിൾ AC റൂമിന് 700 രൂപ വരെയാണ് അവർ ചാർജ് ഈടാക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ റെസ്റ്റോറൻറ്റ്, ഫുഡ് കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റും ഇവിടെയുണ്ട്. അവിടെ ഈ ചാർജ് കുറവാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഇവൻറ്റോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഡിറ്റോറിയം ഇവിടെ അവൈലബിൾ ആണ്. ഇനി നമ്മുടെ വലതു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് ലക്ഷറി റൂമുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഈ ലക്ഷറി റൂമിൻ്റെ അകത്ത് കയറി എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇനി നമ്മുടെ ബാക്കിലാണ് നമ്മുടെ സീമാൻ ക്ലബ്ബ് നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടർഫ്, അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂള് കാര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ നേരെ കയറി ചെല്ലുമ്പോൾ നമുക്ക് അഭിമുഖമായി കിട്ടുന്നത് ടർഫാണ്. അത്യാവശ്യം വിശാലമായിട്ടുള്ളൊരു ടർഫ് തന്നെയാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത്. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, CDC ഉള്ള സീമാന്മാർക്ക് മാത്രമേ ഞാൻ ഈ പറഞ്ഞ ഫെസിലിറ്റീസിനൊക്കെ കുറവ് കാര്യങ്ങളുള്ളൂ. അതായത് റൂമിനും റൂം റെൻറ്റ് കാര്യങ്ങൾക്കൊക്കെ പൈസയ്ക്ക് ഇച്ചിരി കുറവുള്ളത് സീമാന്മാർക്ക് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ സീമാന്മാരുടെ ഫാമിലിക്കും ഇവിടെ അവൈലബിൾ ആണ്. ഫാമിലി മീൻസ് നമ്മുടെ ഭാര്യ, നമ്മുടെ കൊച്ചുങ്ങൾ, ഉമ്മ ഉപ്പ അതുപോലുള്ള റിലേഷൻസിന് ഇവിടെ അവൈലബിൾ ആണ്. ഓപ്പൺ CDCക്കാർക്കും ഈ ഫെസിലിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കളികളൊക്കെ കഴിഞ്ഞ് അവശനായിട്ട് വിയർത്ത് നിൽക്കുന്ന സമയത്ത് ഇനിയൊരു കുളി പാസ്സാക്കിയേക്കാം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ നേരെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ സീമാൻ ക്ലബ്ബ് നമുക്കായിട്ട് വിശാലമായിട്ടൊരു സ്വിമ്മിംഗ് പൂളും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു സ്വിമ്മിംഗ് പൂളാണ്. അതിൻ്റെ വൃത്തിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഡെയിലി വൃത്തിയാക്കാനും അതുകൊണ്ട് പരിപാലിക്കാനൊക്കെ ആളുകൾ ഇവർ നിയമിച്ചിട്ടുണ്ട്. ഇനി ഈ വീഡിയോ കാണുന്ന പലരും ചിലപ്പോൾ എന്നോട് ചോദിച്ചേക്കാം, ഈ മെർച്ചന്റ് നേവി ക്ലബിൻ്റെ വീഡിയോ ചെയ്ത് കൊടുത്താൽ നിനക്ക് എന്ത് കിട്ടും അല്ലെങ്കിൽ നിനക്ക് എന്ത് കിട്ടിയെന്ന്. ഞാൻ ഒരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതല്ല. ഒരുപാട് പേർക്ക് ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രം ചെയ്യുന്നതാണ്. ഒരുപാട് പേർക്ക് ഇതിനെപ്പറ്റി അറിയാവുന്നതാണ്. അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ കൊച്ചി യൂറോടെക്കിൽ ഞാൻ പഠിച്ചിരുന്ന കാലത്ത് എൻ്റെ സേഫ്റ്റി ക്ലാസ്സുകൾ STCW കോഴ്സിൻ്റെ പരിശീലനം കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു നൊസ്റ്റാളജി എനിക്ക് വന്നു. അതുപോലെ തന്നെ ഇനി കുളി കഴിഞ്ഞിട്ട് രണ്ടെണ്ണം മടിക്കാം എന്നുള്ളൊരു മൈൻഡിലാണ് എന്നുണ്ടെങ്കിൽ നല്ല AC ബാറും ഇവിടെ അവൈലബിൾ ആണ്. നോർമലി ബാറിൽ നിന്നും വാങ്ങുന്നതിനേക്കാളും വില കുറവാണ് സീമാമാർക്ക് ഈ ബാറിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുളിക്കുന്ന സമയം നമുക്ക് ആകാശത്തോട്ട് നോക്കിയാൽ യഥാസമയം ഹെലികോപ്റ്ററുകളും അതുപോലെ തന്നെ യുദ്ധ വിമാനങ്ങളും ഇതിനടുത്ത് തന്നെയാണ് നേവൽ ബേസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരുടെ പരിശീലനത്തിനായി ഹെലികോപ്റ്ററും വിമാനങ്ങളൊക്കെ പറത്തുന്ന കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് കുളിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് വരുന്ന സംശയം എന്ന് വെച്ചാൽ, ചീപ്പസ്റ്റ് റൂം എടുക്കണവർക്കും ലക്ഷറി റൂം എടുക്കണവർക്കും രണ്ടുപേർക്കും ഇത് അവൈലബിൾ ആണോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഏത് റൂം എടുത്ത ഏത് കാറ്റഗറിയിലുള്ളവർക്കാണ് എന്നുണ്ടെങ്കിലും ഈ ഒരു സ്വിമ്മിംഗ് പൂളും അതുപോലെ തന്നെ ഈ ടർഫും അതുപോലെ തന്നെ ബാറും അതുപോലെ തന്നെ അവിടുത്തെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് മെയിനായിട്ട് യൂസ്ഫുൾ ആകുന്നത് കൊച്ചിയിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വരുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ CDC റിന്യൂവേഷൻ, SID അതുപോലുള്ള പല റിന്യൂവേഷനുകൾക്കും നമ്മൾ കൊച്ചിയിലേക്ക് പല പ്രാവശ്യം സീമാമാർ വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നമുക്ക് നല്ലൊരു വില കുറഞ്ഞ ഒരു രീതിക്കുള്ളൊരു ഫെസിലിറ്റി നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലക്ഷറി ആയിട്ടുള്ള റൂം കാര്യങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. 2 തരത്തിലാണ് ഒരു റൂം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്നാമത്തേത് സ്യൂട്ട് റൂമും രണ്ടാമത്തെ സെക്ഷൻ റോയൽ ഡിലക്സ് റൂമുമാണ്. സ്യൂട്ട് റൂമിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇത് ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. ഡിലക്സ് റൂമിന് 1960 സ്യൂട്ട് റൂമിന്
3960 അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്യൂട്ട് റൂം ഒന്ന് കയറി കാണാം. അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെ സ്യൂട്ട് റൂമിന് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഗസ്റ്റുകൾക്കൊക്കെ ഇരിക്കാനുള്ള സോഫയും ജസ്റ്റ് ഒരു ചെറിയ ടേബിൾ, ടി വി, അതുപോലെ തന്നെ ഫ്രിഡ്ജ്, അതിനപ്പുറത്ത് ഭക്ഷണം കഴിക്കാനുള്ളൊരു ഏരിയ, അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകാനുള്ള ഒരു വാഷ് ബേസ്, അതുപോലെ തന്നെ അവിടെ തന്നെ ഇരുന്നാൽ ബാൽക്കണിയായിട്ട് നമുക്ക് ജനാലൊക്കെ കാണാവുന്നതാണ്. ഇത് അവരൊരു ഡൈനിങ് ഹാൾ ഏരിയ ആണ്. ഈ ഒരു പറഞ്ഞ സ്യൂട്ട് റൂമിൽ, അതായത് 3960 ഈ കണ്ട ഈ റൂമെല്ലാം അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ പുറത്ത് ഡൈനിങ് ഹാളിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ ഒരു ബാൽക്കണി ഉണ്ട്. 2 ബാൽക്കണിയാണ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഫുഡ് കഴിച്ചിട്ട് ജസ്റ്റ് പുറത്തേക്കൊന്ന് പോകണമെന്നുണ്ടെങ്കിൽ അതുപോലുള്ള ഒരു ബാൽക്കണി, അതുപോലെ തന്നെ ചായയോ കോഫിയോ എന്താ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും. ഇനി നേരെ നമ്മൾ റൂമിലേക്ക് പ്രവേശിക്കുകയാണ്. നല്ല അടിപൊളി ഒരു രാജയോഗം തന്നെ പറയാം. 2 പേർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാനുള്ള അടിപൊളി ഒരു ഡബിൾ ബെഡ്റൂം, നല്ലൊരു ആംബിയൻസോട് കൂടിയുള്ള റൂം തന്നെയാണ്. അവിടെയും ഇരിക്കാനുള്ള 2 ചെയറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കുളിക്കാനുള്ള തോർത്ത്, അതുപോലെ തന്നെ മിററ്, നമ്മുടെ അലമാര, അവിടെ തന്നെ നേരെ പോയാൽ അവിടെ നിന്നുണ്ട് ഒരു ബാൽക്കണി. അവിടെ ഇരുന്ന് നമുക്ക് ചില്ലാവാനൊക്കെ പറ്റും. കൊച്ചി പോലുള്ളൊരു നഗരത്തിൽ ഇത്രയും വില കുറവിൽ ഇതുപോലെ സൗകര്യത്തിൽ റൂം കിട്ടണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ. അപ്പോൾ അടുത്തത് നമുക്ക് ബാത്റൂം ഒന്ന് കയറി കാണാം. ബാത്റൂമും നല്ല രാജയോഗം പോലെയാണ് ഇവർ പണിഞ്ഞു വെച്ചേക്കുന്നത്. വിശ്രമ മന്ദിരം, അതുപോലെ തന്നെ മിറർ, വാഷ് ബേസ്, കുളിക്കാനായിട്ട് സെപ്പറേറ്റ് ഗ്ലാസ് ഇട്ട് വെച്ച് അവർ സെപ്പറേറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഡിലക്സ് റൂം. ഈ റൂമിന് 1920 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഇതും അത്യാവശ്യം നല്ലൊരു രാജയോഗത്തിൽ തന്നെയാണ് അവർ പണിത് വെച്ചേക്കുന്ന ഡബിൾ ബെഡ്റൂം, അതുപോലെ തന്നെ ടി വി ഫെസിലിറ്റീസ്. പക്ഷേ മറ്റേ റൂം പോലെ ഡൈനിങ് ഹാളും കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഒറ്റൊരു റൂമിലായിട്ട് അവർ വെച്ചേക്കുവാണ്. ഇതിലുമുണ്ട് ഒരു ബാൽക്കണി. പുറത്തേക്ക് നല്ല ആംബിയൻസോട് കൂടി ഇരുന്ന് നമുക്ക് വിശ്രമിക്കാനുള്ളൊരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെയുള്ളത്. അതുപോലെ തന്നെയാണ് ബാത്റൂമും നല്ല ഉഷാറായിട്ട് അവരുണ്ടാക്കിയിട്ടുണ്ട്. മറ്റേ റൂമിൻ്റെ അത്ര സൗകര്യം ഇല്ലെങ്കിലും വിശ്രമ മന്ദിരം, അതുപോലെ തന്നെ കുളിക്കാൻ സെപ്പറേറ്റ് ആയിട്ട് ഗ്ലാസ്സൊക്കെ ഇട്ട് നല്ല വൃത്തിയോട് കൂടി അവർ പരിപാലിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ 1960 ഈ ഡുലിക്സ് റൂം എടുക്കാവോ ഒരു മിഡിൽ ക്ലാസ്സിന് നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇനി താഴത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് AC ബാർ. അവിടെ ഇരുന്ന് വേണമെങ്കിൽ കഴിക്കാം. ഇനി അതല്ല ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് ബാറിലിരുന്ന് കഴിക്കാൻ മടിയുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഫാമിലിക്ക് ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പും അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഫാമിലിക്ക് ഇരുന്ന് ഫുഡും അതുപോലെ തന്നെ ബീറോ അതുപോലെ തന്നെ ഹോട്ടൊക്കെ കഴിക്കാനുള്ളൊരു ഫെസിലിറ്റിയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നല്ലൊരു ആംബിയൻസോട് കൂടി ഒരു കപ്പലൊക്കെ അവർ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുള്ള ഫാമിലിക്ക് ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഫെസിലിറ്റീസും അവരവിടെ നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ലക്ഷറി റൂം തന്നെയാണ് അവർ ഒരുക്കിയിട്ടുള്ളത്. ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്താൽ നഷ്ടമാവുകയില്ല. നല്ലൊരു ആംബിയൻസും അതുപോലെ തന്നെ നല്ലൊരു വാൾപേപ്പർ, എല്ലാ കാര്യങ്ങളും ഭയങ്കര ഒരു റോയൽ സെറ്റപ്പിലാണ് അവർ പണിഞ്ഞു വെച്ചേക്കുന്നത്. അപ്പോൾ ഏറെക്കുറെ നമ്മുടെ മർച്ചൻ്റ് നേവി ക്ലബിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു പ്രോത്സാഹനമായിട്ടൊരു ലൈക്കും നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻറ്റിലും അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഇനിയും ഒരുപാട് വീഡിയോകളായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.